വേര് എളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വല്ലതൊക്കെ ഇങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അളവ്. അത് തന്നെ, മഴ കുത്തനെ വീഴുകൊണ്ടാണ് വേര് എളിഞ്ഞത്. നമ്മളിങ്ങനെ പോട്ടി മിക്സ് എന്തെങ്കിലും പോട്ടി മിക്സ് തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ ഇച്ചിരി ചകിരിച്ചോറും ചാണകപ്പൊടിയും വല്ലതൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. പോട്ടി മിക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോണത്. അതിഥികൾ വരുമെങ്കിൽ ആരാന്ന് പറയണ ക്യാമറമാൻ? ഈ മുളകിന് ശകലം കിട്ടും, ഈ മുളകിന് അതിനുണ്ടല്ലോ. ഇതിൻ്റെ അടുത്ത പരിപാടി മറ്റേ ബന്ധിക്ക് എല്ലാത്തിനും. അപ്പം നമുക്ക് അതിഥികൾ വന്നിട്ട് കാണാം. നനച്ചൊന്നും ഇപ്പം കൊടുക്കണ്ട. നിറയും വെള്ളം ഉണ്ടല്ലേ? നിറയും വെള്ളമുണ്ട്. ഇപ്പം നനച്ചൊന്നും കൊടുക്കണ്ട, ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കാതെ വെച്ചാൽ. അപ്പോൾ ഇതേപോലെ ഇച്ചിരി നമ്മൾ പോട്ട് മിക്സ് വാങ്ങി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഉണക്ക ചാണകം കിട്ടും. നമ്മുടെ ഹംസിയുടെ ചാണകം തന്നെയാണ്. ഇവിടെ ഉണ്ട് ഫ്രണ്ടി കണ്ടോ, ഇതാണ്ടേ. നമ്മളിപ്പോൾ ഇച്ചിരി പോട്ട് മിക്സ് വാങ്ങി ഇട്ട് കൊടുത്തു അതിൻ്റെ പുറമെ, കാരണം ഒന്ന് വേരൊക്കെ പിടിച്ചൊന്ന് ഉഷാറാവാൻ വേണ്ടി. അപ്പോൾ അതെങ്ങോട്ട് വാ ഫ്രണ്ട്സ്. ഇതാണ്ടേ നമ്മുടെ വാടാമല്ലിയാണ് നിൽക്കണത്. ഇപ്പം നമ്മൾ വാടാമല്ലി കണ്ടിട്ടുണ്ട്. ഇത് ചുമ്മാ ഇവിടെ നിന്ന് ജസ്റ്റ് നട്ടന്നേ ഉള്ളു. ഓക്കെ, നമുക്കിനി അവിടെ നല്ല വളമുള്ള മണ്ണായതുകൊണ്ട് നട്ടതാണ്. നമുക്ക് ഇനി അതിലോട്ട് ഓരോ പിടി പോട്ട് മിക്സ് ആയിട്ട് കൊടുക്കാം. കണ്ടേ, നമ്മൾ ആദ്യം വാടാമല്ലിക്കാണ് ഇട്ട് കൊടുക്കണം പോട്ട് മിക്സ്. നല്ല കടി തന്നെ കിട്ടി കേട്ടോ. തക്കാളിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, പാവലിനൊക്കെ. ഉണ്ടോ ഒരു പിടി പോരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒറ്റ ഇട്ടാൽ മതി. അത് കത്തിരിയാണ് എന്നാ മതി. ഇത് കത്തിരിക്ക. അപ്പോൾ കണ്ടേ, നമ്മൾ ഈ കത്തിരിയൊക്കെ ഇന്നലെ മേടിച്ചതാണ്. കത്തിരി ചോട്ടിലിട്ട് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്, ലവ് ആൻഡ് ടേക്ക് കെയർ. ഹലോ ഗൈസ്, എല്ലാവർക്കും ആഗീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധിച്ചെടിയല്ലേ ഗൈസ്, അതിൻ്റെ അടുത്ത പാർട്ടാണ്. അപ്പം നമ്മൾ കണ്ടേ നമ്മുടെ വന്ന കൂമ്പ് ഒടിച്ച് നട്ടു. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കായ്ച്ച് കിട്ടും. അധികം വളരാതെ തന്നെ കായ്ച്ച് കിട്ടും. ഈ ഒരു പൊക്കത്തിൽ തന്നെ കായ്ച്ച് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇച്ചിരി നമ്മൾ പോട്ട് മിക്സ് വാങ്ങി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഉണക്ക ചാണകം കിട്ടും. നമ്മുടെ ഹംസിയുടെ ചാണകം തന്നെയാണ്. ഇവിടെ ഉണ്ട് ഫ്രണ്ടി കണ്ടോ. അപ്പോൾ താണ്ടേ നമ്മളിപ്പോൾ ഇച്ചിരി പോട്ട് മിക്സ് വാങ്ങി ഇട്ട് കൊടുത്തു അതിൻ്റെ പുറമെ, കാരണം ഒന്ന് വേരൊക്കെ പിടിച്ചൊന്ന് ഉഷാറാവാൻ വേണ്ടി. അപ്പോൾ അതെങ്ങോട്ട് വാ ഫ്രണ്ട്സ്. ഇതാണ്ടേ നമ്മുടെ വാടാമല്ലിയാണ് നിൽക്കണത്. ഇപ്പം നമ്മൾ വാടാമല്ലി കണ്ടിട്ടുണ്ട്. ഇത് ചുമ്മാ ഇവിടെ നിന്ന് ജസ്റ്റ് നട്ടന്നേ ഉള്ളു. ഓക്കെ, നമുക്കിനി അവിടെ നല്ല വളമുള്ള മണ്ണായതുകൊണ്ട് നട്ടതാണ്. നമുക്കിനി അതിലോട്ട് ഓരോ പിടി പോട്ട് മിക്സ് ആയിട്ട് കൊടുക്കാം. കണ്ടേ, നമ്മൾ ആദ്യം വാടാമല്ലിക്കാണ് ഇട്ട് കൊടുക്കണം പോട്ട് മിക്സ്. നല്ല കടി തന്നെ കിട്ടി കേട്ടോ വാടാമല്ലി. ഇപ്പം മഴ പെയ്തപ്പോഴത്തെ വെള്ളമാണ്. ഇപ്പം മഴ പെയ്തപ്പോഴുള്ള വെള്ളം. നല്ല ഇച്ചിരി മണ്ണ് ഇടണം. മണ്ണിട്ടില്ലെങ്കിൽ പണി പാടും. ഇവിടെ ഒരു മറ പോലെ മണ്ണിങ്ങനെ കൂനാക്കി കൊടുക്കുക. മണ്ണൊന്നകത്തോട്ട് ഈ പോട്ടി മിക്സ്. അപ്പോൾ കണ്ടേ, നമ്മൾ ഈ കത്തിരിയൊക്കെ ഇന്നലെ മേടിച്ചതാണ്. കത്തിരി ചോട്ടിലിട്ട് കൊടുക്കുക ഇങ്ങനെ. വേര് എളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വല്ലതൊക്കെ ഇങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അളവ്. അത് തന്നെ, മഴ കുത്തനെ വീഴുകൊണ്ടാണ് വേര് എളിഞ്ഞത്. നമ്മളിങ്ങനെ പോട്ടി മിക്സ് എന്തെങ്കിലും പോട്ടി മിക്സ് തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ ഇച്ചിരി ചകിരിച്ചോറും ചാണകപ്പൊടിയും വല്ലതൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. പോട്ടി മിക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. എന്തിനാണല്ലേ കളക്ടർ അവധി വന്നത്? ഒരു വലിയ മഴയില്ലായിരുന്നു. സ്വാഭാവിക മഴേനേക്കാളും കുഞ്ഞു മഴയായിരുന്നു. സത്യം. നമുക്ക് അതിഥികൾ കുറേ 2 പക്ഷെ അധികം ഉണ്ട്. നിങ്ങൾ
ഇന്ന് അതിഥികൾ ഇന്ന് വരുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതിഥികളെ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോണത്. അതിഥികൾ വരുമെങ്കിൽ ആരാന്ന് പറയണ ക്യാമറമാൻ? ഇതിന് 180 രൂപയുള്ളു ഈ പോട്ടി മിക്സിന്. അങ്ങോട്ട് മേടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നമുക്ക് വേണ്ടായിരുന്നു മഴ വന്നപ്പോൾ. അതെ, നമുക്ക് വെള്ളത്തിൻ്റെ വേരും തെളിഞ്ഞ് അതൊരു പ്രശ്നമാണ്. ഈ വേര് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഈ വേര് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് ഗൈസ്. കാരണം അതിന് നമുക്ക് നല്ല വളമായിട്ട് കൊടുത്താൽ അത് ഇനിയും നല്ലപോലെ ഊർജ്ജത്തോടെ വളരും. കണ്ട് ഇതിങ്ങനെ വേര് തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ഗൈസ്. വേര് തെളിഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് അപ്പം നമ്മൾ വളമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നല്ലതല്ല. വളമാക്കി നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ വേര് പെട്ടെന്ന് വലിക്കും. വളം നല്ലപോലെ വളർന്നോളും. ഇതിനും ഇച്ചിരി വേണമായിരുന്നു. ഇതിന് ഈ മുളകിന് ശകലം കൂടി ഇട്ട്. ഈ മുളകിന് അതിനുണ്ടല്ലോ. ഇനി എന്താ അടുത്ത പരിപാടി? മറ്റേ ബന്ധിക്ക് എല്ലാത്തിനും ഇട്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതിഥികൾ വന്ന വീഡിയോ ഉടനെ വന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ആൻഡ് ടേക്ക് കെയർ.